പഠിപ്പാനായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നമ്മൾ എബ്രായ ലേഖനത്തിൽ 11ാമത്തെ അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. So we'll turn our Bibles to the 11th chapter of the book of Hebrews. അതിൻ്റെ 33 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തയ്ക്കായിട്ട് എടുക്കുന്നത്. We're going to look at from verse 33 all the way to verse 40. നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് ആ പോർഷനിലേക്ക് എടുത്ത് നിങ്ങൾക്ക് വായിക്കാം. Hebrews 11, reading from verse 33 to the end of the chapter. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ നേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. Thank you, Susamama, for reading that. Jana Bhagam, I'm going to read that for you from the Message translation, so pay attention to this. I could go on, but I have run out of time. There are so many more. Gideon, Barak, Samson, Jephthah, David, Samuel, the prophets. Through acts of faith, they toppled kingdoms, made justice work, took the promise for themselves. They were protected from lions, fire, sword thrust, turned disadvantage to advantage, won battles, routed alien armies. Women received their loved ones back from the dead. There were those who under the torture refused to give in and go free, preferring something better, resurrection. Others braved abuse and whips, and yes, chains and dungeons. We have stories of those who are stoned, sawed into two, murdered in cold blood. Stories of vagrants wandering the earth in animal skins, homeless, friendless, powerless. The world didn't deserve them, making their way as best they could on the cruel edges of the world. Not one of these people, even though their lives of faith were exemplary, got their hands on what was promised. God had a better plan for us, that their faith and our faith would come together to make one completed whole, their lives of faith not complete apart from ours. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണിത്. ഈ 11ാമത്തെ അധ്യായം ഈ വിശ്വാസവീരന്മാരുടെ പട്ടിക, അല്ലെങ്കിൽ we call it the hall of faith, അതിൻ്റെ ഏറ്റവും അവസാന സെക്ഷനിലേക്കാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കടന്നു വന്നത്. ഇവിടെ as I said last week, the author or the preacher that we would call is grouping the entire people into 3 groups of people. 3 കാറ്റഗറിയിലുള്ള ആളുകളായിട്ടാണ് ഇവരെ അദ്ദേഹം തരംതിരിച്ച് സംസാരിക്കുന്നത്. അല്ല, ആദ്യത്തെ ഗ്രൂപ്പ്, the first group of statements mark such attainments as conquering kingdoms,
establishing justice and inheriting spiritual promises. So വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു. That's one group. So the first three gives a broad empowerment of authentic faith. So ഇതിനകത്ത് first of the three, ആദ്യത്തെ ആ ഗ്രൂപ്പിൽ നമ്മൾ കാണാൻ കഴിയുന്നു, this is ഒരു അവർക്ക് എല്ലാവർക്കും കൂടി ഉള്ള ഒരു കോർപ്പറേറ്റ് എക്സ്പീരിയൻസ്. അതിന് മുമ്പ് ഒരു ഹാഫ് എ ഡസൻ ആളുകളുടെ കാര്യം പറയുന്നുണ്ട്. But the general experience of the preceding 16 members of the Hall of Faith. ഇതിനു മുൻപ് ഒരു 6 പേരുടെ കാര്യം വിശേഷാൽ എടുത്തു പറയുന്നുണ്ട്. അവരെ അല്ല ബേസിക്കലി സംസാരിക്കുന്നത്. ഇതിനു മുൻപ് കുറെ ഒരു 10-16 ആളുകളുടെ പേര്, അവരെ കുറിച്ചുള്ള അവരുടെ വിശ്വാസത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. And we said in conquering kingdoms, അവിടെ വായിക്കുന്നുണ്ടല്ലോ, അതായത് രാജ്യങ്ങളെ അടക്കി. See, they were weak people. They were empowered by faith and overcame Israel's enemies. So അവരെ കുറിച്ച് പറയുന്നത് ഇതെല്ലാം വിശ്വാസം അവർ ചെയ്ത കാര്യം പറയുന്നത്. All talking about what faith has done for these people. So all these people, especially talking about the early Israelites, they were weak people. Today we talk about Israel as a powerful nation. We are talking about in the early times, they were weak people, but faith has empowered them to overcome their enemies. അവരുടെ ശത്രുക്കളെ കീഴടക്കുവാൻ അവരെ സഹായിച്ചത് വിശ്വാസമാണ്. You can actually turn to, places like the book of Joshua, 8th chapter. You see the first 29 verses of scripture that really speaks about it. So ആദ്യത്തെ യോശുവയുടെ പുസ്തകം 8-ാം അധ്യായത്തിലെ ആ ഒരു 1-29 വാക്യങ്ങളിൽ നമുക്കത് കാണുന്നുണ്ട്. വെറും സാധാരണക്കാരായ ബലഹീനരായ ആളുകളെ അവരുടെ വിശ്വാസം മൂലം അവരെ എന്ത് ചെയ്തു? ശത്രുക്കളെ കീഴടക്കുവാൻ, രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ, അവരേക്ക് രാജ്യങ്ങളെ പിടിച്ചടക്കി. ഓക്കെ. എസ്റ്റാബ്ലിഷിംഗ് ജസ്റ്റിസ്, നീതി നടത്തി. ആ പ്രയോഗം probably referring to the fact that Israel's leaders, they practice righteousness rather than injustice. നമ്മൾ അവരിലെല്ലാം കണ്ടൊരു കാര്യം, അവര് അനീതി നടത്തുകയല്ലായിരുന്നു, എപ്പോഴും അവര് നീതി നടത്താനാണ് ദൈവം അവർ ഉപയോഗിച്ചത്. അതെല്ലാം വിശ്വാസത്താലാണ് അവർ. They have all the reasons to practice injustice because that's what the surrounding nations are doing. അവരുടെ ചുറ്റും കിടക്കുന്ന ആളുകളെല്ലാം ചെയ്യുന്നത് അത് തന്നെയാണ്. You would look at ഈ കോൺസെപ്റ്റ് നമ്മൾ ശമൂവേലിന്റെ പുസ്തകം 1 Samuel chapter 7 അതിന്റെ 13 തൊട്ടുള്ള വാക്യങ്ങളിൽ വാക്യവും കാണും. So the leaders of Israel, they practice righteousness by faith. വിശ്വാസത്താലാണ് അവർക്ക് അതിന് ഇടയായി തീർന്നത്. Okay, then receiving promises. Okay, wavering human beings sees God's words and lived by them. അവരെ പറ്റി പറയുന്ന മറ്റൊരു കാര്യം, വാഗ്ദത്തം പ്രാപിച്ചു. അപ്പം ഇവർക്കാകപ്പാടെ ഉള്ളത് ഈ ദൈവിക വാഗ്ദത്തങ്ങൾ മാത്രമേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ, കൈമുതലായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ദൈവിക വാഗ്ദത്തങ്ങൾ. അപ്പം who are these people? They are shaky people. They are wavering people. അവര് സ്ഥിരമല്ലാത്ത ഒരു കൂട്ടം ആളുകളാണ്. വലിയ പോപ്പുലാരിറ്റിയോ അതുപോലെ തന്നെ മിലിറ്ററി സ്ട്രെങ്തോ ഒന്നുമില്ലാത്ത ആളുകളാണെങ്കിലും വിശ്വാസത്താൽ അവർ ദൈവം കൊടുത്ത പ്രോമിസസിനെ അവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? ആ വിശ്വാസം കൊണ്ട് അവർ ജീവിച്ചു. They lived by faith. And then finally they received the promises. ദൈവം അവരുടെ ഓരോ സമയങ്ങളിൽ പറയുന്ന ഓരോരോ കാര്യങ്ങൾ അവർക്ക് കൊടുക്കുന്നതിനിടയായി തീർന്നു. So receiving that promises. ഈ അൾട്ടിമേറ്റ് പ്രോമിസിനെ പറ്റിയല്ല സംസാരിക്കുന്നത്. ഓരോ സ്റ്റേജിലും ദൈവം അവർക്ക് കൊടുക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. And each of those promises they received
by faith. So that's a first group of three. Now you look at the second triplet. Okay, അവരെ പറ്റി പറയുന്നു, അവര് ഒരു തരം വലിയ ഒരു എൻഡ്യൂറിങ് റെസ്ക്യൂ ആണ് അവരിൽ വാസ്തവത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പേഴ്സണൽ ഡെലിവറൻസ് ദ എക്സ്പീരിയൻസ്, വ്യക്തിപരമായ രീതിയിൽ ഇവർ അനുഭവിച്ച വിടുതലിനെ പറ്റിയാണ് ആ ഗ്രൂപ്പ് നമുക്കവിടെ കാണും. സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി. So look at all those things here. Okay, they quenched the fury of flames, escaped the edge of the sword. The first one is they shut the mouth of the lions. So അവരെ കടിച്ചു കീറാൻ വന്ന സിംഹത്തിന്റെ വായിൽ നിന്ന്, അതുപോലെ തന്നെ അവരെ ദഹിപ്പിക്കാൻ വന്ന തീയുടെ ബലത്തിൽ നിന്ന്, അവരെ ഇല്ലാതാക്കി തീർക്കാൻ നിന്ന് വാളിൽ നിന്ന് എല്ലാം അവർ രക്ഷപ്പെട്ടു. പക്ഷെ ആദ്യത്തെ ഗ്രൂപ്പ് ശ്രദ്ധിച്ചാൽ നമ്മൾ കാണുന്നുണ്ട് അത് അവർ നേടിയെടുത്ത കാര്യങ്ങളാണ്. Now the second group actually talking about things that they experienced, the deliverances they experienced, അവർ അനുഭവിച്ച വിടുതലുകൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഭാഗം ഒന്ന് ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഇങ്ങനെ പറഞ്ഞു പോവുക. നമ്മൾ കണ്ടു people like Samson, David and then Benaiah. Okay, ഇവര് മൂന്നാളുകളും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് സിംഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. You see them all shutting the mouth of the lions through physical force. സാംസൺ നമ്മൾ കാണുന്നുണ്ട് വെറും കൈ കൊണ്ട് തനിക്കെതിരെ വന്ന lion that was charging against him, he held it by the jaw and ripped it apart. അതിന്റെ താടിക്ക് പിടിച്ച് ആ സിംഹത്തെ വലിച്ചു കീറുന്ന ശിംശോനെ കാണുന്നുണ്ട്. ദാവീദിനെ നമ്മൾ കാണുന്നത് തന്റെ ആടിനെ മോഷ്ടിച്ചുകൊണ്ട് പോയ the lion that was stealing his sheep. Okay, he held it by the beard and thrust it. അതിന്റെ താടിക്ക് പിടിച്ച് അതിനെ അടിച്ച് കൊല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. Then ബെനയാമിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. കബ്സേലിൽ, this is 2 Samuel 23:20 ഇങ്ങനെ വായിക്കുന്നു, യഹോയാദയുടെ മകൻ ബെനയാവും വീര്യപ്രവൃത്തികൾ ചെയ്തു. അവൻ മോവാബിലെ അരിയയിലെ 2 പുത്രന്മാരെ സംഹരിച്ചല്ലാതെ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. So he's really talking about him going into a ditch during a winter time and killing the lion. So ഈ 3 ആളുകളും സിംഹവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വാസ്തവത്തിലൂടെ കാണുന്നുണ്ട്. എന്നാൽ സിംഹങ്ങളുടെ വായ അടച്ചു എന്ന രീതിയിൽ ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷെങ്കിൽ ദിസ് ഈസ് പ്രോബബ്ലി റെഫറിങ് ടു ദാനിയേൽ. അപ്പം ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടെങ്കിലും അതിന്റെ വായ അടച്ചു. അത് തന്റെ വിശ്വാസം കൊണ്ട് സംഭവിച്ച കാര്യമാണ്. God shut the mouth of the lions. Okay, പിന്നെ നമുക്കറിയാം by faith they quenched the fury of the flames. Shadrach, Meshach and Abednego, Daniel chapter 3. And you would also see faith escape the edge of the sword. വിശ്വാസത്താൽ വാളിന്റെ വായ്ത്തലയ്ക്ക് രക്ഷപ്പെട്ടു പോരുന്ന ആളുകളെ കുറിച്ച് കാണുന്നത് നമ്മൾ especially you see in the life of David. എത്രയോ പ്രാവശ്യം താൻ മരിക്കേണ്ടതായിരുന്നു, എന്നാൽ ദൈവം വിശ്വാസത്താൽ അവിടുന്ന് രക്ഷപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. All right, let's go on to the third triplet. അവിടെ മൂന്നാമത്തെ ഗ്രൂപ്പിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. Now ഈ ഗ്രൂപ്പ് actually is talking about positive achievements by the believers. Positive achievements by the believers. അപ്പം വിശ്വാസത്താൽ ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടായ ചില നേട്ടങ്ങളെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബലഹീനതയിൽ അവർ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ച് കളഞ്ഞു. ഓക്കെ, അവിടെ നമ്മൾ കാണുന്നു ബൈ ഫെയ്ത്ത് from weakness were made strong. This is 34 in the middle. From weakness were made strong, became mighty in war, put foreign armies to flight.
അപ്പം മൂന്നാമത്തെ ഗ്രൂപ്പ് പറയുന്നത് the power that became available because of faith. So വിശ്വാസത്താൽ ഇവർക്ക് ലഭിച്ച, is talking about the astounding power that came because of faith. So വിശ്വാസം കൊണ്ട് ഇവർ അനുഭവിച്ച അമാനുഷികമായിട്ടുള്ള അത്ഭുതാവഹമായിട്ടുള്ള ശക്തി. ഓക്കെ, പിന്നെ 35-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സ്ത്രീകൾ തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. പക്ഷെ നമ്മൾ അതിന്റെ ആദ്യത്തെ 3 ഇവിടെ നോക്കാൻ പോകുന്നത്. So this weakness turned to strength, who became powerful in battle, routed foreign armies. So നമ്മളിവിടെ കാണുന്നുണ്ട്, ഈ അതിനകത്ത് 35-ാമത്തെ വാക്യത്തില് നമ്മൾ ഈ കാണുന്നുണ്ട്, അവസാനത്തെ കാണുന്നു, സ്ത്രീകൾ തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ഓക്കെ, ആ ഭാഗം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് look at least 2 women that comes to our mind. ഒന്ന് ഏലിയാവ്. ഓക്കെ, സരഫാത്തിലെ വിധവയുടെ മകൻ മരിച്ചുപോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് you see him 3 times falling on the boy. എന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ ദൈവത്തോട് വിളിച്ചു പറയുന്നു, കർത്താവേ ഇവന് ജീവൻ കൊടുക്കുമെന്ന് വിളിച്ചു പറയുന്നു. And then അവിടുന്ന് മേളിൽ നിന്ന് he carried the child alive to his mother. നമ്മൾ 1 Kings 17 ആ സംഭവം വായിക്കുന്നുണ്ട്. So that is Elijah സരഫാത്തിലെ വിധവയുടെ മകനെ തിരികെ കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കൊടുക്കുന്നു. You would also see Elisha, his disciple, also accomplished a similar feat for the Shunammite woman's son. So ശൂനേം കാർത്തി, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശൂനേം കാർത്തിയുടെ മകനും ഇതുപോലെ മരണത്തിൽ നിന്ന് വിശ്വാസത്താൽ തിരികെ കിട്ടുന്നു. സോ അവർ വിശ്വാസത്താൽ കടന്നു വന്ന് വളരെ വിശ്വാസത്തോടു കൂടിയാണ് എലീശയുടെ പുറകെ പോകുന്നത്. കാര്യം she knew that this boy is going to be saved. സോ ആ വിശ്വാസത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. subdued kingdoms, രാജ്യങ്ങളെ കീഴടക്കി. നമ്മൾ കണ്ടു അത് ഈ ദാവീദ്, യോശുവ, കിങ് ആസ, യഹോഷഫാത്ത്, കിങ് ഹെസഖായ, കിങ് ജോസായ, ഇവരെല്ലാം രാജ്യങ്ങളെ കീഴടക്കിയാണ്. ഞാൻ അത് മേലിൽ നിന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. വർക്ക്ഡ് റൈച്ചസ്നെസ്, നീതി നടത്തി. അവർ നമ്മൾ കാണുന്നുണ്ട്, എലൈഷ ആൻഡ് അതർ പ്രോഫിറ്റ്സ് ഇൻ ജനറൽ. യു സി കിങ് ജോസായ, യോശിയ രാജാവ്, ഇവരെല്ലാം നീതി നടത്തിയ ആളുകളുണ്ട്. വാക്തത്വം പ്രാപിച്ചു. among those who could include Caleb, Gideon and Barak. ഇവരൊക്കെ വാസ്തവത്തിൽ ആ പ്രോമിസസ് ദൈവം കൊടുത്തത് അവരുടെ ജീവിതത്തിൽ നടത്തിയെടുത്ത് കാണുന്നുണ്ട്. സിംഹങ്ങളുടെ വായടച്ച കാര്യങ്ങൾ നമ്മളിപ്പോ കണ്ടു. ദാനിയേല്, ദാവീദ്, ബെനയാവ്. quench the violence of the fire, ശദ്രക്, മേശക് and അബേദ്നെഗോ. വാളിന്റെ വായ്ക്കെത്തിയത് ദാവീദിനെ നമ്മൾ വാസ്തവത്തിൽ കാണുന്നുണ്ട്. ദാവീദ് വാസ്തവത്തിൽ ഗോലിയാത്തിന്റെ വാളിന് തെറ്റിപ്പോരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ശൗലിന്റെ വാളിന് തെറ്റിപ്പോരുന്നുണ്ട്. മോസസ് ഫറവോന്റെ വാളിന് തെറ്റിപ്പോരുന്നുണ്ട്. ഏലിയാവ് ഇസബേലിന്റെ വാളിന് തെറ്റിപ്പോരുന്നുണ്ട്. സോ ഇവരുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ നോക്കാമെന്നെങ്കിൽ നശിച്ചു പോകാൻ ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും God intervened. അവരുടെ വിശ്വാസത്താൽ ദൈവം അവരെ സഹായിക്കുന്ന കാണുന്നുണ്ട്. Out of weakness were made strong. ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. ഒത്തിരി പേരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പിന്നെ you would see ബലഹീനതയിൽ ശക്തി പ്രാപിച്ച ഒരാളാണ് സേറ. ശരീരം ബലഹീനമായിരുന്നു. Her body was just weak. It was almost dead. But she received strength. അവളുടെ ബലഹീനതയിൽ അവളുടെ ശക്തി പ്രാപിക്കുന്നു. ഗിദെയോനെ നമ്മൾ കാണുന്നുണ്ട്.
പേടിച്ച് ഇതാ മുന്തിരിച്ചക്കിനകത്ത് പോയി ഗോതമ്പ് മെതിക്കുക. So he's actually using the wine press to tread wheat, actually, because he's so afraid of the Philistines or the Midianites. You will also see Abraham became strong. So he was weak in his body. പുത്രോത്പാദനത്തിലുള്ള ശക്തി തനിക്കും കഴിഞ്ഞു. He was weak in his body, but he was strengthened by faith. Esther, you look at the life of Esther. Esther's ജീവിതം നമ്മൾ നോക്ക്. Just she, the king is such a powerful person, but look at her, how she powerfully moves by faith. രാജാവിന്റെ മുമ്പിൽ if I perish, I perish എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന കാണുന്നുണ്ട്. കിങ് ഹെസക്കായ, ഇവരെല്ലാം നമുക്ക് വാസ്തവത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. All these people, they experience the power of God. They were strengthened in their weakness. Okay, they became valiant in battle. യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. So many of this descriptions fit so many people. ഒത്തിരി പേരെ നമുക്ക് കാണാനായിരിക്കും. David, for that matter, he became very strong in battle. Jehoshaphat became very powerful. King Asa becoming very powerful. So യുദ്ധത്തിൽ ഇവരെല്ലാം വീരന്മാരായി തീർന്നു. All because of faith. Okay. ഇനി നമ്മൾ കണ്ടു വിമൻ ഹു റിസീവ് ദ ഡെഡ് റേസ്ഡ് ടു ലൈഫ് അഗൈൻ. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിലായി തിരികെ കിട്ടി. യു ലുക്ക് അറ്റ് two of those people. Okay. ഇനിയും അടുത്ത് ശ്രദ്ധിച്ചു നോക്കുമ്പം ഈ 35 തൊട്ട് ഉള്ള വാക്യങ്ങളിൽ നമ്മൾ എൻ്റെ 35 സെക്കൻഡ് പോർഷൻ തൊട്ട് നമ്മൾ വായിക്കുന്ന സമയത്ത് it is really talking about by faith some were victorious under their circumstances. Every circumstance was not the same. Every circumstance is not victorious. നമ്മൾ ഇത്രയൊക്കെ കണ്ടപ്പോൾ തിരികെ കിട്ടിയ കാര്യം കാണുന്നു. യുദ്ധത്തിൽ ബലവാന്മാരായി കാണുന്നു. സിംഹങ്ങളെ കീഴടക്കുന്ന കാണുന്നുണ്ട്. വാളിന്റെ വാഴ്ത്തിലേക്ക് തെറ്റിപ്പോരുന്ന ആളുകളെ കാണുന്നുണ്ട്. So these are all talking about some very positive things. Okay, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മളവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. You think this is very good. By faith, so many things are happening. ഇതിലെ വിശ്വാസത്താൽ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. തീയുടെ ബലം കെടുത്തുന്നുണ്ട്. സ്ത്രീകൾക്ക് തിരികെ കിട്ടുന്നുണ്ട്. മരിച്ച ആളുകൾ തിരികെ കിട്ടുന്നുണ്ട്. Stop the mouth of the lions, വാഗ്ദത്തം പ്രാപിക്കുന്നുണ്ട്. Working righteousness, subduing kingdoms എന്ന് വേണ്ട. It looked pretty good. പക്ഷേ ഈ എബ്രായ ലേഖനകർത്താവ്, the author of the Hebrews, is actually painting a different picture of faith. It's not all what you think about. There are times things are going to be so different. Things are going to be so challenging. വളരെ പ്രതിസന്ധികളെ നമ്മൾ നേരിടേണ്ടിയ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരും. അപ്പം ഇനി ഒരു കൂട്ടം ആളുകളെ തന്നിടത്തോടെ കാണിക്കാൻ പോവുകയാണ്. These people, they were victorious under their circumstances. അവര് നേരിടേണ്ടിയ ജീവിത സാഹചര്യത്തിലും ഈ പറയുന്ന ആളുകൾ വളരെ ശക്തന്മാരായിട്ട് തീർന്നു. They became very powerful. Okay, they became very powerful during this time. Okay, അവരെ ഇവിടെ പറഞ്ഞു, മറ്റു ചിലർ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറ് ഏറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. It's a different picture from what we have seen so far. These others were tortured, not accepting deliverance, that they might obtain a better resurrection. Still others had trial of mocking,
scourgings, yes, of chains and imprisonment. They were stoned, they were sawn in two, they were tempted, were slain with the sword. They wandered about in sheepskins and goatskins, being destitute, afflicted, tormented, of whom the world was not worthy. They wandered in deserts and mountains, in dens and caves of the earth. വളരെ ഇറ്റ്സ് എ ഗ്രീൻ പിക്ചർ. പക്ഷെ അവിടെ തോൽവിയുടെ ഒരു പിക്ചർ അല്ല നമ്മളെ അവിടെ കാണിക്കുന്നത്. ഈവൻ ഇൻ ദ മിഡിൽ ഓഫ് ദാറ്റ് സർക്കംസ്റ്റാൻസസ് ഫെയ്ത്ത് വാസ് ട്രയംഫിംഗ്. അവർ വിശ്വാസത്തിൽ എന്ത് ചെയ്തു? ഉറച്ചു നിന്നു. They were victorious even in the circumstances. നമുക്ക് പലപ്പോഴും ആ കോൺസെപ്റ്റ് അങ്ങോട്ട് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാം. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ട്രാജഡി അല്ലേ പാസ്റ്ററെ, ഇത് മുഴുവൻ ട്രാജഡി അല്ലയോ? കല്ലേറ്, ചമ്മട്ടി, പരിഹാസം, വാളാൽ കൊല്ലപ്പെടുന്നു, കാടുകളിൽ കൂടെ നടക്കുന്നു, ഉഴഞ്ഞു നടക്കുന്നു. You're just wandering all over the place, you're living in caves and the cliffs of the rock. You know, how do you say this is victorious life? But this is exactly what the author is telling the people here. You need to understand, he is writing this to a group of people who are thinking about going back. കാര്യം അവിടെ situation got little bad. They have never experienced any of these things. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവരാരും അനുഭവിച്ചിട്ടില്ല. They just felt little pressure now from the Jewish people. യഹൂദന്മാരിൽ നിന്നും പള്ളിയിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒക്കെ ഒരല്പം പ്രശ്നങ്ങളെ ഇവര് നേരിട്ടാൻ തുടങ്ങിയപ്പോൾ തിരികെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളോട് പറയാം, listen, we have news for you. We have news for you. വലിയ വലിയ കാര്യമൊക്കെ പറഞ്ഞ ഇപ്പൊ അവരോട് പറയാണ്, hey, there's a different side to this. So he's talking about power, faith giving them power to persevere persecution. ഇതാണ് ഇപ്പൊ അടുത്ത് താൻ പറയാൻ പോകുന്നത്. ഇതാ വളരെ പ്രതിസന്ധികളെ, ഉപദ്രവങ്ങളെ നേരിടാൻ വിശ്വാസം ശക്തി കൊടുക്കുന്നു, ത്രാണി കൊടുക്കുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ faith giving them the power to persevere tribulations. ഇവിടെ പറയുന്നു, they were tortured. Okay, they were tortured. അവിടെ ഒത്തിരി കാര്യങ്ങളോട് പറയുന്നുണ്ട്. You know, അവിടെ ആ ടോർച്ചർ എന്ന ആ പദം ഈ വേദപണ്ഡിതന്മാർ പറയുന്നത്, ടോർച്ചേർഡ് എന്ന ആ പദം ഒരുപക്ഷെങ്കിൽ ഈ മക്കാബിയൻ പീരീഡില്, നമുക്കറിയാം മക്കാബിയൻ പീരീഡ് എന്ന് പറയുന്ന ഇസ്രായേൽ മക്കൾ വളരെ പ്രതിസന്ധി അനുഭവിച്ച ഒരു കാലമാണ്. ആ സമയത്ത് നിന്ന് വരുന്ന ഒരു വാക്ക ഈ ടോർച്ചർ എന്ന ആ പദം, അതിന്റെ പദത്തിന്റെ റൂട്ട് വേർഡിലേക്ക് നമ്മൾ എറ്റിമോളജി അതിലേക്ക് പോകുമ്പോൾ ടിംപാനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക്, ആ ചിന്തയിലാക്കാവുന്ന ഈ ടോർച്ചറും ടിംപാനോട് ബന്ധമുണ്ട്. ആ ടിംപാനം എന്ന അതിൽ നിന്നാണ് ടോർച്ചർ എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ലാർജ് ഡ്രം, ഒരു വലിയ ഡ്രം ആണ്, ഓർ വീൽ, അല്ലെങ്കിൽ വലിയൊരു വീലായിരിക്കും, അകത്ത് പൊള്ളയായിരിക്കുന്ന, on which Maccabean victims were stretched and beaten or even dismembered. അപ്പൊ അങ്ങനെ ഈ ഡ്രമ്മയിലോട്ട് ഇങ്ങനെ വലിച്ചു കിടത്തിയ ശേഷം ഇവര് റോമൻസ് ചെയ്ത കാര്യമാണ്, ഇവരെ അടിച്ച് ഭയങ്കരമായിട്ട് ഇവരെ ഡ്രമ്മിന് മേളിൽ ഇങ്ങനെ വലിച്ച് സ്ട്രെച്ച് ചെയ്ത് വലിച്ചു കിടത്തും. അപ്പം നമ്മൾ ഡ്രം ഒരു വലിയൊരു വീപ്പയുടെ വലിയ വലിപ്പമുള്ള ഒരു വീപ്പ എന്ന് വെച്ചു, അതിലൊക്കെ നമ്മളിങ്ങനെ വലിച്ചു കിടത്തി വെച്ച്, അല്ലെങ്കിൽ ഒരു വലിയ വീലായിരിക്കാം, ആ വീലയിലോട്ട് വലിച്ചു കിടത്തിയ ശേഷം യു ആർ ബീറ്റൻ അല്ലെങ്കിൽ ഡിസ്മെമ്പേർഡ്, നമ്മുടെ അവയവങ്ങളെ വെട്ടിമുറിക്കുക, അടിച്ച് പൊട്ടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു. അപ്പം ഈ ആ
കാലഘട്ടത്തിൽ നിന്ന് വന്ന ഒരു പദമാണ് ഇവിടെ ആക്ച്വലി ഉപയോഗിച്ചിരിക്കുന്നത്. ടോർച്ചർഡ് എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സെക്കൻഡ് മക്കാബീസ് എന്ന് പറയുന്ന, സെക്കൻഡ് മക്കാബീസ് എന്ന് പറഞ്ഞൊരു വേദപുസ്തകത്തിനകത്ത് ചേർത്തിട്ടില്ലാത്ത ഒരു പുസ്തകമാണല്ലോ മക്കാബീസ്. ഒത്തിരി ചരിത്ര വിഷയങ്ങളും ട്രഡീഷൻസും ഒക്കെ നമുക്ക് അവിടെ നിന്നാണ് മനസ്സിലാകുന്നത്. അതിനകത്ത് ഇപ്പം 2 മക്കാബിയരുടെ 7-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്ന സമയത്ത് ഈ 90 വയസ്സുള്ള ഒരു പുരോഹിതൻ, എ 90-year-old priest by the name Eleazar, who refused to eat swine's flesh. പന്നിയുടെ ആഹാരം, നമുക്കറിയാം യഹൂദൻ നിഷിദ്ധമാണല്ലോ. He doesn't, they don't eat pork. So these people forced this 90-year-old man to eat the pig. Okay, ഈ പന്നിയെ കഴിക്കാനായിട്ട് ഇയാളെ നിർബന്ധിച്ചു. അയാള് അത് വിസമ്മതിച്ചതിന് ഇയാളെ ഇതുപോലെ ഈ ഡ്രമ്മെ കിടത്തിയേച്ച്, വീലെ കിടത്തിയേച്ച് ആ മനുഷ്യനെ ഇതുപോലെ അടിച്ച് കൊന്നതായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ദാറ്റ് ഹോൾ ഐഡിയ. അപ്പൊ ഇവര് വാസ്തവത്തിൽ ഈച്ച് ഓഫ് ദീസ് പീപ്പിൾ, ഇവരെ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കാമെങ്കിൽ യുനോ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ്, ഇതെല്ലാം ഈ ആളുകൾ അനുഭവിക്കുക. They are receiving all kinds of trouble. ഇവർക്ക് വാസ്തവത്തിൽ വേണമെങ്കിൽ ഇവർക്ക് രക്ഷപ്പെട്ടു പോകാമായിരുന്നു. All the days അവർ ഡിനൈ ചെയ്തേച്ചാൽ മതിയായിരുന്നു. We deny this എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർക്കൊക്കെ രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അവരാരും പോയില്ല. They experienced persecutions, but they stayed because of their faith. അപ്പം ഇത് ഈ എബ്രായ ലേഖന കർത്താവ് ഇത് പലതും ലോട്ട് ഓഫ് ദിസ് തിങ് ഗോയിങ് ഇൻ ടു ദ ജൂയിഷ് ഹിസ്റ്ററി, യഹൂദന്മാരുടെ ചരിത്രത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, മക്കളുടെ കാര്യമൊക്കെ ഇതിനകത്ത് ഒരു റെഫറൻസ് ആയിട്ട് ആക്ച്വലി പറയുന്നുണ്ട്. മറ്റു ചിലർ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഓക്കെ, not accepting their release. Listen, not accepting their release so that they might, ഫ്രണ്ട് ഞാൻ 35 തൊട്ട് വായിക്കുകയാണ്. Women receive back their dead by resurrection. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. And others were tortured. So I talked about the word tortured നെ പറ്റി ഞാൻ പറഞ്ഞു. Tortured, not accepting. So അവരെന്തുകൊണ്ടാണ് ടോർച്ചർ ചെയ്യപ്പെട്ടത്? Even this 90-year-old Eleazar എന്ന് പറയുന്ന priest, he was tortured because he refused to eat swine flesh. Okay, then not accepting their release so that they might obtain a better resurrection. ഈ ഇന്റർടെസ്റ്റമെന്റൽ പീരീഡില്, intertestamental writing, there's a famous story about a courageous martyrdom involving the death of a mother and her 7 sons. Okay, ഇപ്പൊ ഈ ഇന്റർടെസ്റ്റമെന്റ് പീരീഡില് ഒരു മാതാവും ആ മാതാവിന്റെ 7 മക്കളും 7 പുത്രന്മാരും മരിക്കുന്ന ഒരു സംഭവം ഈ ഇന്റർടെസ്റ്റമെന്റൽ പീരീഡിൽ എഴുതപ്പെട്ട ആണ്. ഈ മക്കബിയസ് എന്ന് പറയുന്ന ചരിത്രരേഖകളാണ്. ഇറ്റ്സ് ദേർ. അതിനകത്ത് സെക്കൻഡ് മക്കബിയസിൽ അഗൈൻ ചാപ്റ്റർ 7 ഉള്ള ഒരു സ്റ്റോറി അത്. അപ്പം ഈ പല സ്കോളേഴ്സും വിശ്വസിക്കുന്നത്, വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്, ഈ എബ്രായ ലേഖന കർത്താവ് ഇതാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ, ഈ ഭാഗം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന പല ചിന്തകളും വിശ്വാസത്തിന് വേണ്ടി നിന്ന് കഷ്ടങ്ങൾ അനുഭവിച്ച് മരിച്ച ഈ ആളുകളുടെ ചിന്തയായിരിക്കാം ഇതിന്റെ പശ്ചാത്തലം. This may be the background of some of these verses of scripture. So many scholars feel that the reference to enduring torture in Hebrews
11 verse 35, Ebrahim 11:35 has this incident in mind. Okay, ഈ സംഭവം അവരുടെ മനസ്സിൽ all 8 endured barbarous torture because they refused to disobey God's law. ഈ അമ്മയും 7 ആൺമക്കളും എന്ത് ചെയ്യുന്നറിയാമോ? വിശ്വാസത്തിൽ ദൈവത്തിന്റെ പ്രമാണങ്ങളെ ലംഘിക്കാൻ അവർ മടി കാണിച്ചു. They said, we will not break the law of the Lord. ഞങ്ങളുടെ ദൈവം തന്ന ഈ പ്രമാണം ഒരു കാരണവശാലും ഞങ്ങൾ ആ പ്രമാണം ലംഘിക്കയില്ല എന്ന് പറഞ്ഞു. അവർക്ക് വേണം പോരാമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് they did not want to have the release. ശ്രദ്ധിച്ചോണം, അവർക്ക് ഈ റിലീസ് വേണം. നോട്ട് അക്സെപ്റ്റിംഗ് ദ റിലീസ്. അവരോട് പറഞ്ഞത് യു ജസ്റ്റ് നീഡ് ഇത് ബ്രേക്ക് ചെയ്ത് വെച്ച് നിങ്ങൾ പോയച്ചാൽ മതി, തള്ളിപ്പറഞ്ഞ് വെച്ച് പോയച്ചാൽ മതി. യു ആൻഡ് യുവർ 7 sons don't have to die. സ്ത്രീയെ, നിങ്ങളും നിങ്ങളുടെ 7 പുത്രന്മാരും മരിക്കേണ്ട ആവശ്യമില്ല. So this one moving incident in the story occurred when the pagan king asked the mother to encourage the last of the 7 sons to renounce his faith and eat swine flesh. അപ്പൊ ഈ മക്കളിൽ ബാക്കി ഉള്ളവരെയൊക്കെ കൊന്നു കാണും. അതിൽ ഏഴാമത്തെ മകനോട് അറ്റ്ലീസ്റ്റ് അവനോട് നിങ്ങൾ പറ, encouraging the last of the 7 sons to renounce his faith and eat swine flesh. ഈ വിശ്വാസം തള്ളിക്കളഞ്ഞേച്ച് ഈ പന്നിയുടെ ആഹാരം, പന്നിയുടെ മാംസം ഭക്ഷിക്കാനായിട്ട് ഈ ജാതീയ രാജാവ് ഈ സ്ത്രീയോട് പറയുന്നുണ്ട്. The mother who had seen 6 of her sons die, അവരുടെ കണ്ണിന്റെ മുൻപിൽ വെച്ച് 6 ആൺമക്കളും മരിക്കുന്ന അവർ കണ്ടു. അവർക്ക് വേണമെങ്കിൽ വാസ്തവത്തിൽ എന്ത് ചെയ്യാം, ഒരുത്തനേലും ഉണ്ടല്ലോ, she can probably think at least I have 1 son left എന്ന് വേണം ചിന്തിക്കാം. 6 of them died and final opportunity given. You have lost 6 of your sons, mother. You have 1 more final chance. And this is what she said to her son. മകനോട് പറഞ്ഞതാ, fear not this tormentor, but being worthy of thy brethren, take thy death, that I may receive thee again in mercy with thy brethren. ഈ അമ്മ മകനോട് പറയുന്ന വാക്കുകളാണിത്. Fear not this tormentor എന്ന് പറഞ്ഞാൽ ഈ പീഡകനെ നീ ഭയപ്പെടണ്ട. But being worthy of thy brethren, നിന്റെ സഹോദരന്മാർക്ക് നീ ബഹുമാനമുള്ളവനായിട്ട് മാറണം, അവർക്ക് യോഗ്യനായിട്ട് നീ മാറണം. അവർ 6 പേരും മരിച്ചല്ലോ മകനെ. Take thy death, മകനെ നീ മരണം സ്വീകരിച്ചു. Take your death, take thy death, that I may receive thee again in mercy with thy brethren. എന്തെയും പുനരുത്ഥാനത്തിൽ നിന്റെ സഹോദരന്മാരോടുകൂടെ ആ നല്ല പുനരുത്ഥാനത്തിൽ ഞാൻ നിന്നെ തിരികെ പ്രാപിച്ചോളാം. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഭേദ്യം ഏൽപ്പിച്ചു കൊടുക്കുക. മരിക്കാനായിട്ട് തയ്യാറായി തീരുക. നല്ല ഒരു ഉയർപ്പ്, ഇതാ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം. ഞാൻ പറഞ്ഞില്ലേ, ഈ സ്റ്റോറി, this is so much in the heart of the Jewish people. വിശ്വാസത്തിന് വേണ്ടി ശക്തമായിട്ട് നിന്ന ആ അമ്മയുടെ വാക്കുകൾ, ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേക്കുക. മകനോട് പറഞ്ഞു മരിച്ചോളാൻ പറഞ്ഞു. 7 മക്കളും ആൺമക്കളും ആ സ്ത്രീയും മരിക്കുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. So this is something that is probably in the heart of this writer. The son refused to obey the king's command, and the king treated him with great rage that all other sons, അവിടെ എഴുതിയിരിക്കുന്ന മറ്റ് 6 മക്കളെക്കാട്ടിലും ഈ ഇളയവനോട് ശരിക്കും ക്രൂരമായിട്ട്, മറ്റ് 6 പേരെയും കൊന്നതിനെക്കാട്ടിലും ക്രൂരമായി മർദ്ദിച്ചാണ് ഈ ഇളയവനെ കൊന്നത്. കാര്യം അത്ര ധൈര്യമായിട്ട് അവൻ നിന്നതുകൊണ്ട്. Just think about that for a moment. Maybe this is familiar to ഈ സ്റ്റോറി ഈ എബ്രായ ചർച്ചിലെ ആളുകൾക്ക് ഫെമിലിയർ ആയിരിക്കും. He is telling them just the whole concept about faith. കർത്താവിലുള്ള വിശ്വാസം ആ പ്രതിസന്ധിന് മുമ്പിലും അവരെ നിർത്താൻ തയ്യാറാക്കി. ഓക്കെ, ഇനിയും അവിടെ പറയുന്നു,
വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. This verse 36. Others experienced mockings, scourgings, yes, also chains and imprisonment. Look at Joseph for that matter. Look at Jeremiah. നമ്മൾ യെരമ്യാവിന്റെ ആ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ സത്യം പറഞ്ഞ ഇതുപോലെ കരഞ്ഞ ഒരു മനുഷ്യൻ, ഇതുപോലെ കഷ്ടങ്ങൾ സഹിച്ച ഒരു മനുഷ്യൻ, ആർക്ക് വേണ്ടി? ഇതെല്ലാം തന്റെ ദൈവത്തിന് വേണ്ടിയാണ്. ഓൾ ബിക്കോസ് യെരമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ ജസ്റ്റ് ദ പീസ് ഓഫ് ബ്രെഡ് ആ പൊട്ടക്കിണത്തില് എന്ത് ചെയ്യാ, ആർക്കും വേണ്ടാത്ത തടവിലിട്ടേച്ച്, this man is really experienced. See, these are among those who endured jeers, beatings, imprisonments. ഇവരെല്ലാം ഇഷ്ടം പോലെയൊക്കെ സഹിച്ചത്. പിന്നെ പറയുന്നു, ഈർച്ചവാളാൽ കല്ലേർ ഏറ്റും ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. Just think about that. So many people, especially ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, anything happened, they'll stone you to death. So the stone was a weapon. ഇവരുടെ എല്ലാം കയ്യിലുണ്ടായിരുന്ന സാധനമാണ്. ഇസ്രായേലിലെ ഓരോ കല്ലും വെപ്പണാ. They'll throw that against anyone that don't agree with them. അവരുമായിട്ട് യോജിക്കാത്ത ആളുകളെ കല്ലെറിഞ്ഞു കൊല്ലും. ഈ വേദോസം വായിക്കുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു എന്നൊരു പ്രയോഗം ഇവിടെയുണ്ട്. നമുക്കറിയാം, they were stoned. So many people were stoned. You see Stephen, അല്ലേ, Stephanos, he was stoned to death. ആദ്യത്തെ രക്തസാക്ഷി. So you can probably say Stephen was stoned to death. They were sawn into two. ഈർച്ചവാളാൽ രണ്ടായിട്ട് മുറിക്കാൻ. Can you just imagine how cruel that is? ഞാനത് വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത്, lot of Bible scholars believe they associate the reference of being sawed into two with Isaiah. അവർ പറയുന്നു ഇത് യെശയ്യാ പ്രവാചകനെ ആണ് വാസ്തവത്തിൽ ഇവിടെ ഈ എബ്രായ ലേഖനകർത്താവ് റെഫറൻസ് ചെയ്ത് സംസാരിക്കുന്നത്. It is not mentioned in the Bible, but Jewish traditions, they believe, ഈ ട്രഡീഷൻ പാരമ്പര്യം വിശ്വസിക്കുന്നത്, ഈ പ്രവാചകനായ യെശയ്യാവിനെ ഇങ്ങനെയാണ് അദ്ദേഹത്തെ ഈർച്ചവാൾ കൊണ്ട് രണ്ടായിട്ട് അറുത്താണ് യെശയ്യാവിനെ കൊന്നത് എന്ന് ട്രഡീഷൻസ് പറയുന്നത്. ഇനിയും ഈ വയലന്റ് മരണങ്ങൾ കൂടാതെ തന്നെ അവിടെ എഴുതിയിരിക്കുന്നു, they were stoned, they were sawn into two, they were tempted. ഇനി അടുത്ത they were tempted, they were put to death with the sword, they went about in sheepskins, goat skins, being destitute, afflicted, ill-treated. അപ്പം നമ്മൾ ഈ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒത്തിരി പട്ടിണിയിട്ട് ആളുകളെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പെർസിക്യൂഷൻ, ഹങ്കർ, സിവിയർ അബ്യൂസ്. ഇനി പഴയ നിയമകാലത്ത് തന്നെ നമുക്ക് കാണുന്നുണ്ട്. ഈ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ ഈ ഏലിയാവ് വിചാരിക്കുന്നുണ്ട് താൻ ഒറ്റൊരു മനുഷ്യനോ ഉള്ളെന്ന്. Okay, but there were other prophets, there were other people. ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ, ഞാൻ യഹോവയുടെ പ്രവാചകന്മാരിൽ 400 പേരെ ഓരോ ഗുഹയിൽ 50 പേരായി ഒളിപ്പിച്ച് അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിച്ച വസ്തുത യജമാനൻ അറിഞ്ഞിട്ടില്ലയോ? So look at here, so prophets are just hiding. അവര് പോയി കാടുകളിൽ എവിടെയൊക്കെ പോയി ഗുഹകളിൽ പോയി പാത്തിരിക്കുക. അവർക്ക് അപ്പവും വെള്ളവും ഒക്കെ ഇനി എന്തുമാത്രം വയറ് നിറയാൻ വല്ലതും കിട്ടുന്നുണ്ടോ നമുക്ക് അറിയത്തില്ല. ബട്ട് ഇറ്റ് ഈസ് ബിക്കോസ് ദേ ആർ ദ പ്രോഫറ്റ്സ് ഓഫ് ട്രൂ ഗാഡ്. സത്യദൈവത്തിന്റെ ദാസന്മാരായി തീർന്നുകൊണ്ട്
അനുഭവിക്കേണ്ടി വന്ന കഷ്ടങ്ങളാണ്. So those instances of extreme difficulty led to exclamation that the world was not worthy of them. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും അവർ ഉഴന്നു കടന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The world was not worthy of them. So those people of faith lived in deserts, mountains, caverns. They were banished from society without fellowship. അവർക്ക് എന്ത് ചെയ്യാ, ഒരു കൂട്ടായ്മയും ഈ സമൂഹത്തിൽ കൊടുക്കാതെ സമൂഹത്തിൽ നിന്ന് ഇവരെല്ലാം ഓടിച്ചു വിട്ടു. They were driven away from society. They could not face. This is not an Old Testament thing alone. Look at so many people now living in forest. ഓരോ രാജ്യത്ത് ക്രിസ്ത്യാനികൾ ഓടിപ്പോയി കാടുകളിൽ പോയിരിക്കുക. ഈ people in Syria, in Iraq, in northern part of India, so many whole villages disappear. അവരെ കൊല്ലാൻ പോകുന്നു, തീ വെക്കുന്നൊക്കെ അറിയുമ്പോൾ അവിടെ നിന്ന് ഓടിപ്പോയി. they are running away from there. Where? Into the thick forest. അവിടെ പോകുമ്പോൾ അവിടെ സിംഹമുണ്ട്, കരടിയുണ്ട്, പുലിയുണ്ട്. There's all kinds of things there. But they have these poor people are living. This I'm talking about even now. This is happening in India. ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാനിപ്പോ പറയുന്നത്. Very, very, very sad stuff. So ആ ലിസ്റ്റ് എല്ലാം കൂടെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഹൃദയത്തിന് അത് ഭയങ്കര പ്രയാസം തോന്നും. Tortured. നമ്മൾ ആ പദം നമ്മൾ കണ്ടല്ലോ. It carries the idea that beat with a stick or a baton. വലിയ വടി വെച്ച് കോല് വെച്ച് അടിച്ചടിച്ചടിച്ചടിച്ച് മനുഷ്യനെ ഇല്ലാതാക്കി തീർക്കുക. A better resurrection. ഇവര് പ്രതീക്ഷിക്കുക ഒരു നല്ല ഉയർപ്പ്. അവരുടെ ആഗ്രഹം ഇതൊക്കെ ഉള്ളൂ, ഒരു നല്ല ഉയർപ്പ്. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ John chapter 5 verse 29, there is a resurrection unto life and a resurrection unto condemnation. ചില നിത്യജീവനായിട്ടും ചില നിത്യനാശത്തിനായിട്ടും ഉയർത്തെഴുന്നേൽക്കുന്ന കർത്താവ് പറയുന്നുണ്ട്. So these people were looking for a better resurrection. അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹം മുഴുവൻ നല്ല ഉയർപ്പിന് വേണ്ടിയായിരുന്നു. Trial of mocking. പരിഹാസത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടല്ലോ. പരിഹാസം നമ്മള് പഴയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ ഈവൻ ലുക്കിംഗ് അറ്റ് ഐസക്കിനെ ആര് മോക്കി എന്ന് പറയുന്നുണ്ട്? ഇഷ്മായേൽ. Right from it's an old story, but still Samson was mocked at the feast of the Philistines. ഇവരുടെ വലിയ ഭയങ്കര വിരുന്ന് നടക്കുന്ന സമയത്ത് ആളുകളെല്ലാം കൂടിയിരുന്നുകൊണ്ട് ശിംശോനെ പരിഹസിക്കുക. Chains and imprisonment, ചങ്ങല, തടവ്, ഇവയാലുള്ള പരീക്ഷ. ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. he is going into prison for his faith. King Ahab imprisoned prophet Micaiah. They were stoned. Zechariah was stoned to death between the altar and the temple. നാബോത്തിനെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുക? കല്ലെറിഞ്ഞു കൊല്ലുന്നുണ്ട്. It's all because അവന്റെ പിതാക്കന്മാർ കൊടുത്ത ആ സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. He was stoned to death. These are all from the Old Testament saints. ഓൾഡ് ടെസ്റ്റമെന്റിലെ പല ആളുകളുടെ കാര്യം ഇതൊക്കെ റെഫർ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈർച്ചവാളാല് ഇദ്ദേഹത്തെ യെശയ്യാവിനെ കൊല്ലുന്നതായിട്ട് നമ്മൾ ഈ ട്രഡീഷൻസിനകത്തുനിന്ന് മനസ്സിലാക്കും. അവിടെ ഉപയോഗിക്കുന്നത് പരീക്ഷിക്കപ്പെട്ടു എന്നൊരു പദം അവിടെ ഉപയോഗിക്കുന്നത്. ദൈവം പരീക്ഷിക്കപ്പെട്ടു. ഓക്കെ, 37 കല്ലേറേറ്റു, ഈർച്ചവാളൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു. ഓക്കെ, they were tempted. ഈ ബീയിങ് ടെംപ്റ്റഡ് ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ അവിടെ ശ്രദ്ധിക്കുമ്പോൾ അവിടെ പരീക്ഷിക്കപ്പെട്ടത് അവിടെ ഫിറ്റ് ആകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലയോ. പക്ഷെങ്കിൽ കല്ലേറ്, ഈർച്ചവാളാൽ അറക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, അടുത്ത് വാളാൽ കൊല്ലപ്പെട്ടു. അവിടെ ആ പരീക്ഷയുമായിട്ട് ടെസ്റ്റിങ്ങുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യങ്ങളും ആക്ച്വലി അവിടെ ഇല്ല. ചില ആളുകൾ പറയുന്നു ഈ ടെക്സ്റ്റ് in വാസ്തവത്തിൽ probably it's the original meaning probably means branded or
burnt alive, അല്ലെങ്കിൽ മ്യൂട്ടിലേറ്റഡ്, അല്ലെങ്കിൽ സ്ട്രാങ്കിൾഡ്. ആ പദത്തിന്റെ ശരിക്കും അവർ ഉദ്ദേശിച്ചത്, അത് ചിലപ്പം ഇങ്ങനെ ഈ ട്രാൻസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം. എന്നാൽ അത് ഒരുപക്ഷെങ്കിൽ ഇത് ബ്രാൻഡഡ്, നമുക്കറിയാം ഈ മൃഗങ്ങളെ ബ്രാൻഡ് ചെയ്യുമല്ലോ. ഓക്കെ, മൃഗങ്ങളെ കൊണ്ടുവന്ന് ചൂടാക്കി ഇത് കമ്പി കൊണ്ട് പഴിപ്പിച്ചേച്ച് മൃഗങ്ങളുടെ പുറത്ത് കൊണ്ടുവെക്കും. ദാറ്റ്സ് കോൾഡ് ബ്രാൻഡിങ് ഓഫ് ആനിമൽസ്. ഇതുപോലെ അവരെ ബ്രാൻഡ് ചെയ്യും. ബേൺഡ് അലൈവ് അല്ലെങ്കിൽ ജീവനോടെ കത്തിക്കും. They were mutilated, അംഗച്ഛേദം ചെയ്യും. They were strangled അല്ലെങ്കിൽ ഞെക്കിക്കൊല്ലും. But those who know the pain of temptation, it is not unreasonable to think that the writer regarded overcoming temptation as a true triumph of faith. അപ്പൊ നമുക്ക് പരീക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതും അത് മോശമായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ടെംപ്റ്റേഷൻസിനെ നേരിടുക വിശ്വാസത്തിന് വേണ്ടി. So you can probably look at it that way also. So പരീക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് മോശമായിട്ടൊരു കാര്യമല്ല. പക്ഷെ ഇവിടെ ഒരു പക്ഷെങ്കിൽ ആ ഒരു ഫിസിക്കൽ സഫറിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം പറയുന്നത്. ബട്ട് വാട്ട് എവർ ഇറ്റ് മേ ബി, ഇവര് വളരെ ബുദ്ധിമുട്ടിലൂടെ ഇവരെ കടന്നു പോവുക. അവസാനം ഇവിടെ പറയുന്നു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചും ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു ഇവരെ നടക്കുക. So the calculated irony is that the world had rejected such people. ഇങ്ങനെ ആളുകളെ ലോകം എന്ത് ചെയ്തിരിക്കുക, തള്ളിക്കളഞ്ഞിരിക്കുക. And yet the world does not deserve to have them even if they were to accept them. So ലോകത്തിന് ഇവരെ ഒരിക്കലും, ഇവര് യോഗ്യരല്ല. ലോകത്തിന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവര് ആക്ച്വലി യോഗ്യരല്ല ആ സെൻസ്, because they are not fit to be there. So here the saints who are so holy, so full of faith that the world is not worthy to contain them. അവരെ വഹിപ്പാൻ ലോകത്തിന് കഴിയുന്നില്ല. Yet they are called to persevere is the great faith. എന്നാൽ ലോകത്തിന് വേണ്ടാത്ത ആളുകളെ, ലോകത്തിന് അവരെ വേണ്ട, എന്നാൽ അവരോട് പറയുക, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. You must persevere in faith. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. സോ ഈ പഴയ റോമൻ കാലയളവിൽ, റോമൻ സംസ്കാരത്തിൽ വളരെ പ്രതിസന്ധികളെ നേരിട്ട് ആ പ്രശ്നങ്ങളുടെ നടുവിൽ അവർ പിടിച്ചു നിന്നെങ്കിൽ നമ്മളും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിശ്വാസത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നേരിടേണ്ടി വന്നാലും പെർസിവിയർ ചെയ്യുവാൻ, നിൽക്കുവാൻ ദൈവം നമ്മളോടും ആവശ്യപ്പെടുകയാണ്. ഇവര് പല ആളുകൾക്കും നല്ല വസ്ത്രമൊന്നും ഇല്ലായിരുന്നു. ഏലിയാവ് വളരെ ഹംബിളായിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്ന മനുഷ്യനാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നയാൾ. ഏലിയാവിനെ പറ്റിയും ആക്ച്വലി അതാണ് സംസാരിക്കുന്നത്. ഇറ്റ്സ് ഹ്യൂമിലിറ്റി, ഇറ്റ് സ്പീക്സ് ഓഫ് ദർ ഹ്യൂമിലിറ്റി ആൻഡ് ഡിസ്കംഫർട്ട്. ഈ തോലൊക്കെ ധരിച്ചുകൊണ്ട് നല്ല മാർദ്ദ വസ്ത്രം, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മാർദ്ദ വസ്ത്രം ധരിച്ചവരെയൊന്നും ഇവിടെ കണ്ടു. നിങ്ങൾ എന്തിനാ മരുഭൂമിയിൽ പോയത്? Why did you go to the desert? മാർദ്ദ വസ്ത്രം ധരിച്ച് അങ്ങനെയുള്ള ഒരു രാജധാനിയിലേ ഉള്ളൂ. They will be in palace. So the Lord himself was saying, even John the Baptist, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. നമുക്കറിയാം ദാവീദും ഏലിയാവും അനേക പ്രവാചകന്മാരും എല്ലാം, ഒബദ്യാവും ഒക്കെ എന്ത് ചെയ്യാ, അവര് ഓടിപ്പോയി ഗുഹകളിൽ പാറപ്പിളപ്പിലും ഒക്കെ പാർക്കേണ്ടതായിട്ട് വന്നു. Now, as we close this section, നമ്മൾ ഈ ഭാഗം തീർക്കുന്ന സമയത്ത്, now what was the result of those who are faithful in persecution? നമുക്ക് അതാണ് ചിന്തിച്ച് അവസാനിപ്പിക്കേണ്ടത്. ഇത്രയും ഇവരെല്ലാം ഇത് ചെയ്ത് ഇവർക്ക് എന്ത് പ്രയോജനം ഉണ്ടായി എന്നുള്ള കാര്യം ചിന്തിക്കുന്നതല്ല. സോ 39ാമത്തെ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, so they were faithful in persecution. പീഡനങ്ങളിൽ വിശ്വസ്തരായി ജീവിച്ചു. They experienced deprivation and death. ഓക്കെ, ഇതെല്ലാം ഉണ്ടെങ്കിലും അതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഈ അവരുടെ ആ ജീവിതം ഒന്ന് നിങ്ങൾ നോക്കണം. എല്ലാവർക്കും ഒരേ എൻഡല്ല ഉണ്ടാകുന്നത്.
ചിലര് രക്ഷപ്പെടുന്നു, ചിലര് മരിക്കുന്നു, ചിലരെ കോലുകൊണ്ട് അടിച്ചു കൊല്ലുന്നു. ഇങ്ങനെയൊക്കെ പലരും വിശ്വാസം. But they all survived in faith. എന്നാൽ 39 ആദ്യത്തെ ഭാഗം പറയുന്നു, and all these, ഇവരെ പറ്റി എല്ലാം പറയുന്നത്, the whole people you're talking about, all these having gained approval through their faith. അപ്പൊ ഇവർക്കെല്ലാം ലഭിച്ച ഒരു കാര്യമുണ്ട്, അവരെല്ലാം വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു. They all received the testimony, the commendation. They were commended through their faith. അവരുടെ വിശ്വാസത്തിന് എന്ത് ചെയ്തു? ഒരു സാക്ഷ്യം ലഭിച്ചു. ഓക്കെ, നമ്മള് ഈ 11-ാം അധ്യായം ആരംഭിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? How is chapter 11 begins and see how chapter 11 ends. 11-ാം അധ്യായം ആരംഭിക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അതിനാൽ അല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ച. For by this people of the old received their commendation. But look at how it ends. ഈ 11-ാം അധ്യായം അവസാനിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അവരെല്ലാവരും എന്ത് പ്രാപിച്ചു? സാക്ഷ്യം പ്രാപിച്ചു. Okay, they all received their commendation for their faith. അവർക്കെല്ലാം എന്ത് ചെയ്തു? തങ്ങളുടെ സാക്ഷ്യം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. All the faithful, the known and the unknown, the famously triumphant, and those who anonymously persevered in suffering. ഇപ്പൊ പേരെടുത്ത് പറഞ്ഞ വലിയ വലിയ ആളുകളുണ്ട്. സിംഹത്തിന്റെ വായടച്ചവരും, യുദ്ധം ജയിച്ചവരും, നീതി നടത്തിയവരും, വാളിന്റെ വായ്ക്കലേക്ക് തെറ്റിപ്പോകുന്നവരും, the whole group of people. At the same time, കാടുകളിലും മലകളിലും നടന്നവര്, ചമ്മട്ടിയും പരിഹാസവും ഏറ്റ ആളുകൾ, those people who were persecuted, and people with no names, they are not famous at all. വാളുകൊണ്ട് കൊല്ലപ്പെട്ട ആളുകൾ, ഫേമസ് ആയിട്ട് നടക്കാതിരുന്ന ആളുകൾ, സഫർ ചെയ്തവര്, ആ സഫറിങ്ങിന്റെ മധ്യത്തിൽ പിടിച്ചു നിന്ന ആളുകൾ, they were commended through their faith. അവരെല്ലാവരും, all the group of people, വിശ്വാസത്തിൽ സാക്ഷ്യം ലഭിച്ചിട്ടും, അതാണ് അടുത്ത ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ഇതൊരു കാര്യം ഓർക്കുന്ന നല്ല കാര്യമാണ്. God forgets no one who loves and serves him. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്ന ആളുകൾ, നിങ്ങളുടെ പേര് വന്നാലും നിങ്ങളുടെ പേര് വന്നില്ലെങ്കിലും, ലോകം നിങ്ങളെ ഓർത്താലും ഓർത്തില്ലെങ്കിലും, ലോകം നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യം ഒരു ട്രാജഡി ആയിട്ട് നിങ്ങൾ മരിച്ചെന്ന് ലോകം ചിന്തിച്ചാലും, എല്ലാം ഒരു കാര്യം ഓർക്കണം, അവരെ എല്ലാം ഓർക്കുന്ന ഒരു ദൈവമുണ്ട്, അവർക്ക് സാക്ഷ്യം പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. Hallelujah. It is his great pleasure to commend faith. ആ വിശ്വാസത്തെ കമന്റ് ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. Praise God. Praise the Lord. നമ്മുടെ ആളുകൾ പലരും മരിക്കുന്ന പല രീതിയിലായിരിക്കാം. നമ്മൾ വിചാരിക്കും ആ മനുഷ്യൻ മരിച്ചേ ചെയ്യട്ടോ, ഒന്നും ആ കുഞ്ഞുങ്ങൾക്ക് പോലും ഒന്നും വെക്കാതെയാ മരിച്ചത്. ചില ആളുകൾ പറയും, ചില മരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. നമ്മൾ പറയും പുള്ളിയെ ദൈവം അനുഗ്രഹിച്ച ആ പുള്ളി എന്തോ ജീവിതമായിരുന്നു, ഒരു ട്രാജഡി ആയിരുന്നു ജീവിതം. നോ, ആ ജീവിതവും വിശ്വാസത്തിൽ പെർസിവർ ചെയ്ത ജീവിതമാണെങ്കിൽ അവർക്കും കർത്താവിന്റെ സാക്ഷ്യം ലഭിക്കും. ദൈവം ആരെയും മറക്കത്തില്ല. നിങ്ങൾക്ക് പേരുണ്ടെങ്കിലും പേരില്ലാത്ത ഒരാളാണെങ്കിലും, നമ്മൾ ചിലപ്പം പഴയ നിയമത്തിൽ എന്തുമാത്രം ആളുകളെ കണ്ടു. എ പ്രോഫറ്റ് കെയിം, സർട്ടൻ പ്രോഫറ്റ് കെയിം, ഒരു പ്രവാചകൻ വന്നു. ആരെ പ്രവാചകൻ? അല്ല, എവിടുന്നുള്ള പ്രവാചകനാ? തിഷ്ബിയയിൽ നിന്ന് തിഷ്ബിനായി ഏലിയാവ്. ഏലിയാവിനെ പറ്റി അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ വേറെ സ്ഥലത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, എ പ്രോഫറ്റ് കെയിം, എ പ്രോഫറ്റ് കെയിം. See, it's not important who he is. He came to deliver a message. അയാൾ വന്ന് ഒരു സന്ദേശം പറയാമെന്ന് വെച്ചു. That's all his job. അത് പറഞ്ഞേച്ച് അദ്ദേഹം പോയി. But the truth is, God commends that faith. ദൈവം അതിന് സാക്ഷ്യം കൊടുക്കും. That's the first thing. രണ്ടാമത്തെ കാര്യം, second result is that none, ഇവരിൽ ആരും, എല്ലാവർക്കും സാക്ഷ്യം ലഭിച്ചെങ്കിലും none, that is, none of the great triumphant members of the Hall of Faith. ഈ നമ്മൾ കണ്ട ഈ Hall of Faithൽ വിശ്വാസികന്മാരുടെ പട്ടികയില് വലിയ വൻതോക്കുകളുണ്ട്. ബിഗ് പീപ്പിൾ ആണ്. നമ്മൾ അവരുടെ പേരൊക്കെ കണ്ടല്ലോ. അവരുടെ പേരെല്ലാം അങ്ങോട്ട് ഹാബേൽ തൊട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട്.
There's a lot of people there. Enoch, Noah, you would see Abraham, you would see Moses, Sarah, David, Samuel, all big people, അവരുടെ എല്ലാം പേരുണ്ട്. But none of these people, ശ്രദ്ധിച്ചോണം, ഇവരിലാരും triumphant members ആണ് ഇവരെല്ലാം. But those who persevered without earthly triumph, ഭൂമിയിൽ ജയമൊന്നും കാണാതെ മരിച്ച ആളുകളും ഉണ്ടായിരുന്നു, ഭൂമിയിൽ ജയത്തോടെ മരിച്ച ആളുകളും ഉണ്ടായിരുന്നു. But none of them received what was promised. അതാണ് ഇവരിലെല്ലാം കോമൺ ആയിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നത്. ഇവരാരും എന്ത് പ്രാപിച്ചില്ല? വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. But they all received testimony. They all received commendation from God for their faith. അവരുടെ വിശ്വാസത്തിന്റെ സാക്ഷ്യം ലഭിച്ചു. പൂർവ്വന്മാർക്ക് സാക്ഷ്യം ലഭിച്ചു. ഇവിടെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇവർക്കെല്ലാം എന്ത് ചെയ്തു? സാക്ഷ്യം ലഭിച്ചു. പക്ഷെ ഇവർക്ക് ആർക്കും വാഗ്ദത്തം ലഭിച്ചില്ല. They did not receive their promise. ആർക്കും കിട്ടിയില്ല. Nobody received it. See, although many promises had been given and fulfilled in their lifetime, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒത്തിരി വാഗ്ദത്തങ്ങൾ ഇവർക്ക് കൊടുത്ത് ആ വാഗ്ദത്തങ്ങൾ ഇവർ പ്രാപിച്ചെന്നൊക്കെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. They did not receive the great promise. ചെറിയ വാഗ്ദത്തങ്ങളൊക്കെ കിട്ടിയെങ്കിലും all of them did not receive the great promise. What's the great promise? The coming of Messiah and the salvation in him. ഈ മശിഹായിൽ കൂടെയുള്ള രക്ഷ എന്ന് പറയുന്ന ആ വാഗ്ദത്തം ഇവർക്ക് ആർക്കും ലഭിച്ചില്ല. Who is he talking to? He is talking to a group of people who are on this side of the cross. ക്രൂശിന്റെ ഈ ഭാഗത്തുള്ള ആളുകളോട് സംസാരിക്കുന്നത്. ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ക്രൂശിന്റെ അങ്ങേ സൈഡിലുള്ള ആളുകളെ കുറിച്ചാണ് സംസാരിച്ചത്. ഹാബേൽ തൊട്ട് ഇങ്ങോട്ടുള്ള ആളുകളെ കുറിച്ചാണ് സംസാരിച്ചത്. ദൈവത്തോടുകൂടെ നടന്ന ആളുകള്, ആരാധിച്ച ആളുകള്, all those ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്ത ആളുകൾ, ഇതെല്ലാം സംസാരിച്ചു. But none of them received what was promised. ചെറിയ പ്രോമിസസ് ഒക്കെ കിട്ടിയെങ്കിലും the big promise they did not receive on this earth. Every one of them faithful in the Old Testament times died before Jesus appeared. അതാണ് അതിന്റെ അർത്ഥം. ഇവരെല്ലാവരും യേശു ഭൂമിയിൽ മനുഷ്യനായി പിറക്കുന്നതിന് മുൻപ് ഇവരെല്ലാം മരിച്ചു. Everyone died. നമുക്കറിയാം, ഈ ഏറ്റവും അവസാനത്തെ പ്രവാചകനായ മലാഖി കഴിഞ്ഞ 400 years of silence ഉണ്ടായിരുന്നു. That is called the intertestamental period. രണ്ട് ടെസ്റ്റമെന്റിനെയും ഇടയ്ക്കുള്ള 400 years. ആ 400 yearsലെ ഒന്ന് രണ്ട് സ്റ്റോറീസ് ആണ് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞത്. ഇന്റർടെസ്റ്റമെന്റൽ പീരീഡിൽ, മക്കാബിയൻ പീരീഡിൽ നടന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഇതായിരിക്കും അതിലെ കുറെ കാര്യങ്ങളൊക്കെ അവരെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. They were also part of this hall of faith. Okay, അവരെ അതിനകത്തൊരു ഭാഗമാക്കിയിട്ടുണ്ട്. Why was this? ഇനി ഒറ്റ ചോദ്യമേ ഉള്ളൂ as we finishing this thing. Why was this? എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ വാഗ്ദത്തം പ്രാപിക്കാൻ ഒക്കാഞ്ഞത്? എന്റെ ലാസ്റ്റ് വേഴ്സിൽ അത് പറയുന്നുണ്ട്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു. Because God had provided something better for us, so that apart from us, they would not be made perfect. This is the reason why they did not receive the promise. ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അവര് വാഗ്ദത്ത നിമിത്തം പ്രാപിക്കാതെ സാക്ഷ്യം പ്രാപിച്ചു മരിച്ചു. But did not receive the promise. എന്തുകൊണ്ടാ? നമ്മളും കൂടെ ഇല്ലാതെ ആ വാഗ്ദത്ത നിവൃത്തി അവർക്കുണ്ടാകത്തില്ല. ദൈവത്തിന്റെ വലിയ പ്ലാനിൽ ദൈവം പ്ലാൻ ചെയ്തത് വാസ്തവത്തിൽ. See, none of them was made perfect under God's old covenant because Christ has not yet died. കാര്യം യേശു ക്രിസ്തു മരിച്ചിരുന്നില്ല. They were saved, but not until Christ's work on cross was complete and the salvation was perfect. അവരുടെ രക്ഷ
കംപ്ലീറ്റ് ആകുന്നത്. അത് ദൈവത്തോട് യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരൊക്കെയാണെന്ന് വിചാരിച്ചു അവര്. They were there, but their salvation will not be completed until Jesus Christ comes and die on the cross. യേശു വന്ന് കാൽവറി ക്രൂശിൽ മരിച്ച് രക്ഷയുടെ പ്രവൃത്തി പൂർണ്ണമാകുന്നത് വരെ അവർക്ക് ആ വാഗ്ദത്തം കംപ്ലീറ്റ് ആകത്തില്ല. So the surpassing greatness of all this is that faithful of all ages would not be made perfect apart from Christians. നമ്മളെ കൂടാതെ, ക്രിസ്ത്യാനിയെ കൂടാതെ, ക്രിസ്തുവിന്റെ അനുയായിയെ കൂടാതെ ഒറ്റ ഭക്തന്മാര് പോലും പെർഫെക്റ്റ് ആകത്തില്ല. നമ്മളെ കൂടാതെ അവർക്ക് വാഗ്ദത്തം നിവൃത്തിയില്ല. We are indispensable. We are part of this big equation. അതാണ് ഇവരോട് പറഞ്ഞു വരുന്നത്. You know, this is exactly what ഒരു ദൈവദാസൻ, ലിയോൺ മോറിസ് എന്ന് പറഞ്ഞ ദൈവദാസൻ, അതേപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ഞാൻ വായിക്കാം. and I translate it for you. അദ്ദേഹം പറയുന്നു, സാൽവേഷൻ ഈസ് സോഷ്യൽ. ഈ രക്ഷ എന്ന് പറയുന്നത് സാമൂഹികമാണ്. ഇറ്റ് കൺസേൺസ് ദ ഹോൾ പീപ്പിൾ ഓഫ് ഗോഡ്. അത് മുഴുവൻ ആളുകൾക്കും കൂടെ ഉള്ള ഒരു കാര്യമാണ്. We can experience it, we can experience it only as part of the whole people of God. So ദൈവജനത്തോ എല്ലാവരും കൂടെ ചേർന്ന് മാത്രമേ നമുക്ക് അനുഭവിക്കാൻ ഒക്കത്തുള്ളൂ. As long as the believers in the Old Testament times were without those who are in Christ, it was impossible for them to experience the fullness of salvation. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന, നമ്മളെ കൂടാതെ പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന ഭക്തന്മാരായിട്ട് വിശ്വാസത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ച ആളുകൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവിടെ ഇല്ല. We are not there. Furthermore, it is what Christ has done that opens the way into the very presence for them and for us. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ചെയ്ത ആ രക്ഷണ്യ വേലയാണ് അവർക്കും നമ്മൾക്കും ഒരുപോലെ ദൈവസന്നിധിയിലേക്കുള്ള വാതിൽ തുറന്നു തന്നത്. ആമേൻ, ഹല്ലേലൂയ. ഞാനും നിങ്ങൾക്കും നമുക്ക് വാതിൽ തുറന്നത് യേശുവിന്റെ ക്രൂശ് മരണമാണെങ്കിൽ പഴയ നിയമ ഭക്തനും ആ വാതിൽ തുറന്നു കൊടുത്തത് യേശുവിന്റെ ക്രൂശിലെ മരണമാണ്. Hallelujah. In the very presence for them and for us. Only the work of Christ brings those of Old Testament times and those of the New Testament living alike in the presence of God. ഇപ്പൊ പഴയ നിയമത്തിലുള്ളവർക്കും പുതിയ നിയമത്തിലുള്ള ആളുകൾക്കും ഈ രക്ഷ അനുഭവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടെ അത് നടക്കുന്നുള്ളൂ. So all the faithful of the old ages are made perfect in Christ. We are all in it together, from Abel to Rahab, from Paul to Billy Graham. So ശ്രദ്ധിച്ചോണം, ആബേൽ മുതൽ രാഹാബ് വരെയും പൗലോസ് മുതൽ ബില്ലി ഗ്രഹാം വരെയും, നമ്മുടെ മോഡേൺ ടൈംസിലുള്ള ആളുകളെയും കൂടെ എടുത്തു വെച്ചു. All are made perfect. We are all together in this together. We are in it together because of the work of Christ. അതുകൊണ്ട് പറഞ്ഞു, നമ്മളെ കൂടാതെ അവർക്ക് ഇത് പ്രാപിപ്പാൻ കഴിയത്തില്ല. And the message to the embattled little church and to us, നമ്മളോടും ഈ കഷ്ടം അനുഭവിക്കുന്ന എബ്രായ ആ കൊച്ചു സഭയോടും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. How great our advantage is. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ അഡ്വാൻറ്റേജ് എന്ത് ഭയങ്കരമായ സ്നേഹിത. Right here, while we walk on earth, we have the perfection of Christ, and it is so much better under the new covenant. പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് ആ പെർഫെക്ഷൻ അവർക്കില്ലായിരുന്നു. അവര് മുൻപോട്ട് നോക്കി ഭാവിയിൽ അത് കണ്ട് പുഞ്ചിരിച്ചേച്ച് അവര് മരിക്കുകയായിരുന്നു. നമ്മളൊന്ന് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പുതിയ നിയമത്തിൽ ജീവിക്കുന്നത് നമ്മൾ ക്രോസിന്റെ ഇങ്ങേ സൈഡിലുള്ള ആളുകളായുണ്ട്. We can walk in perfection right from the get go. ആദ്യം തൊട്ട് തന്നെ നമുക്ക് അത് അനുഭവിപ്പാനായിട്ട് ആ വാഗ്ദത്ത നിവൃത്തി നമുക്ക് റെഡി ആയിട്ടിരിക്കാം. മറ്റവരതിനു വേണ്ടി കാത്തിരുന്നേച്ച് മരിക്കുകയായിരുന്നു, സാക്ഷ്യം പ്രാപിച്ചേച്ച് അവർ മരിച്ചു. But we have an advantage of right away experiencing. Now we have, listen to this very carefully. We have a perfection in Christ. And it is so much better under the new covenant. ഈ പുതിയ ഉടമ്പടിയിൽ ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടിരിക്കുന്നത്. We have a high priest. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു പോയ കാര്യങ്ങളാണ്.
We have a high priest who has offered a perfect sacrifice for all our sins once and for all. ഒരിക്കലായിട്ട് നമുക്ക് വേണ്ടി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു യാഗം നമ്മുടെ മഹാപുരോഹിതൻ അർപ്പിച്ചു കഴിഞ്ഞു. അവർ സേവിയർ പ്രീസ്റ്റ്, നമ്മുടെ രക്ഷാനായകനും നമ്മുടെ പുരോഹിതനും മഹാപുരോഹിതനും, he sits at the right hand of the Father and prays for us. We have then a better hope. നമ്മുടെ മഹാപുരോഹിതൻ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യാശയ്ക്ക് അവരെക്കാൾ സത്യം പറഞ്ഞാൽ ഇന്ന് വകയുണ്ട്. Just think about that for a moment. How much easier for us to walk in faith, even if the walk is down the shadowy roads. ഞാനും നിങ്ങളും പ്രതിസന്ധികളുടെ വഴിയിൽ കൂടെയാണ്, മുള്ളുള്ള പാതയിലൂടെയാണ് നടക്കേണ്ടി വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ഈ ഭയങ്കര പ്രത്യാശയ്ക്കായി സ്തോത്രം. 3 സെന്റൻസ് മാത്രം വായിച്ച് എന്നോട് അവസാനിപ്പിക്കാം. We are called to a dynamic certainty on the basis of God's word. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു ഭയങ്കര ഉറപ്പിലേക്കാണ്. ഭയങ്കര ഉറപ്പ് ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. It is future certainty that makes the future as if it were present. അത് ഭാവിയിലുള്ള ഒരു ഉറപ്പിനെ എന്ത് ചെയ്തിരിക്കുക, നമ്മുടെ ഈ വർത്തമാനത്തിൽ, അതായത് കാണാത്ത കാര്യങ്ങളുടെ എന്ത് ചെയ്യുക, ആശിക്കുന്നതിന്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഭാവിയിലുള്ള വിഷയം നിനക്ക് ഇപ്പോൾ വർത്തമാനത്തിൽ ഉറപ്പിച്ച് ദൈവം നൽകുകയാണ്. ഇറ്റ് ഈസ് എ വിഷ്വൽ സർട്ടനിറ്റി. അതിന്റെ കണ്ണുകൾക്ക് നിനക്കൊരു ഉറപ്പ് നൽകുകയാണ്. ദാറ്റ് ബ്രിങ്സ് ദ ഇൻവിസിബിൾ ഇൻ ടു ദ വ്യൂ. ഇത് അദൃശ്യമായിരിക്കുന്നതിനെ ദൃശ്യമാക്കി നമ്മുടെ കണ്ണുകളുടെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുന്നത് പോലെ നമുക്ക് കൊണ്ട് തന്നിരിക്കുക. ഇത് നമുക്ക് തന്നിരിക്കുന്നത് വിശ്വാസത്തിന്റെ ഒരു കാര്യമാണ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. അപ്പം ഭാവിയെ വർത്തമാനത്തിൽ കൊണ്ടുവരികയും അദൃശ്യമായിരിക്കുന്നതിനെ ദൃശ്യമാക്കി നമ്മുടെ ദൃഷ്ടിയിൽ തരികയും ചെയ്തിട്ടുള്ള ഒരു വലിയ ഉറപ്പിന്റെ ഭാഗമായിട്ട് ദൈവം നമ്മളെ മാറ്റിയിരിക്കുക. ഇവരോട് പറയുകയാണ്, just look at all these people. ഇവരാരും വാഗ്ദത്തത്തെ നിവൃത്തി പ്രാപിച്ചില്ല. ഇവർക്കെല്ലാം സാക്ഷ്യം ലഭിച്ചേച്ച് അവർ മരിച്ചു. അവരെക്കാൾ നമ്മൾ എത്ര ശ്രേഷ്ഠരായിട്ടുള്ള, എത്ര ഭാഗ്യവാന്മാരാണ്. ആകയാൽ എന്ന് പറഞ്ഞിട്ടാണ് 12 തുടങ്ങുന്നത്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന let us run with perseverance since we are surrounded by such a cloud of witnesses. Hallelujah. ഇനി ആ ഭാഗം എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും വായിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ എഴുന്നേറ്റ് വരണം. I always, every time I read that, every time I reread it, I just get very excited. നമ്മൾ അത്ര പ്രിവിലേജ് ആയിട്ടുള്ള ആളുകളാണ്. മടങ്ങിപ്പോണ്ട ആളുകളല്ല, ക്ഷീണിച്ചു പോകേണ്ട ആളുകളല്ല. ഒരുപക്ഷെങ്കിൽ ഈ യാത്രയിൽ നമ്മൾ ചിലപ്പം വായ്ത്തലയ്ക്ക് രക്ഷപ്പെട്ടെന്നിരിക്കും, ജയമുണ്ടായെന്നിരിക്കും, എന്നാൽ വായ്ത്തലയ്ക്ക് വീണെന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടെങ്കിൽ യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുക. പൗലോസിന്റെ തല ഇതാ അവിടെ റോമിൽ വെച്ച് ശിരച്ഛേദം ചെയ്ത് കളയുക. They all died in faith. God is calling us to persevere in faith. ഇത് വിശ്വാസത്തിന്റെ മാർഗമാണ്. നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.